എനിക്കൊരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാനുണ്ട്. അതിന് മുന്നേ എൻ്റെ മഞ്ഞ പല്ലൊന്ന് വെളുപ്പിച്ചെടുക്കണം. ഇത് വെളുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂട്യൂബ് സെർച്ച് ചെയ്ത് പോയപ്പം കണ്ട കാര്യങ്ങളാണ് മഞ്ഞൾപ്പൊടി, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, കോഫി പൗഡർ, അങ്ങനെ വേണ്ട A to Z പല ഓപ്ഷൻസ് ആണ് യൂട്യൂബിലുള്ളത്. പക്ഷെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ ദയവ് ചെയ്തിട്ട് നിങ്ങൾ അത്തരം കാര്യങ്ങൾ ചെയ്ത് കൂട്ടരുത്. അത് നിങ്ങളെ പല്ലിനെ നശിപ്പിക്കുകയുള്ളൂ. ഹലോ എവരിവൺ, ഇന്ന് നമ്മൾക്ക് മഞ്ഞപ്പല്ല് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, മഞ്ഞപ്പല്ല് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് പ്രതിവിധികളെന്ന് ഡിസ്കസ് ചെയ്യാം. ഇനി പല്ലിന് മഞ്ഞ കളർ വരാൻ പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഡെയിലി ഉപയോഗിക്കുന്ന ചായ, കോഫി, അതുപോലെ സ്മോക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഈ ടൊബാക്കോൻ്റെ ഒക്കെ സ്റ്റെയിൻസ് നല്ല ബ്രൗൺ കളറിലേക്ക് എത്താറുണ്ട്. അതുപോലെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ആയിട്ടുള്ള ഈ കൊക്കക്കോള, പെപ്സി പോലെയുള്ള കാര്യങ്ങളും പല്ല് മഞ്ഞ കളറാക്കാറുണ്ട്. ഇനി നമ്മളുടെ കൺട്രോളിലല്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾ എവിടെയെങ്കിലും വീണിട്ട് പല്ലിന് ഇഞ്ചുറി പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പല്ലിന് കളർ ചേഞ്ച് ഉണ്ടാക്കാറുണ്ട്. രണ്ടാമത്, ടെട്രാസൈക്ലിൻ പോലെയുള്ള മെഡിസിൻസ് പ്രഗ്നൻസി ടൈമിൽ എടുത്തു പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏർലി ചൈൽഡ്ഹുഡ് ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ അവർക്ക് ടെട്രാസൈക്ലിൻ മെഡിസിൻ ഡോക്ടർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ പല്ല് ഒരു ബ്രൗണിഷ് കളറിലേക്ക് മാറുന്നതാണ്. പിന്നെ മൂന്നാമതായിട്ട്, ഫ്ലൂറോസിസ് പോലെയുള്ള കണ്ടീഷൻസ്, അതിലും പല്ലിന് കളർ ചേഞ്ച് വരാറുണ്ട്. മറ്റൊരു കാര്യം, നിങ്ങളെ സ്കിൻ ടോണിനനുസരിച്ച് നിങ്ങളെ പല്ലിന്റെ കളർ മാറിക്കൊണ്ടിരിക്കും. നിങ്ങളൊരു ഫെയർ സ്കിന്നുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ പല്ല് കുറച്ച് മഞ്ഞ കളറായിരിക്കും. എന്നാൽ നിങ്ങൾ കുറച്ച് ഡാർക്കർ കോംപ്ലക്ഷൻ ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ പല്ല് സ്വാഭാവികമായിട്ട് ഒരു വൈറ്റ് കളറായിരിക്കും ഉണ്ടാവുക. ഇനി നമുക്ക് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസിനെ കുറിച്ചിട്ട് പറയാം. ഇപ്പോൾ ട്രീറ്റ്മെന്റ് ഓപ്ഷൻ, ഈ ചായ, കോഫി, ടൊബാക്കോ പോലെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങളെ പല്ലിന് കളർ ചേഞ്ച് വന്നിട്ടുള്ളതെങ്കിൽ ട്രീറ്റ്മെന്റ് ഓപ്ഷൻ വെരി ഈസിയാണ്. അതായത് നോർമൽ ഒരു ഡെന്റൽ ക്ലീനിങ് വഴി ഈസി ആയിട്ട് നമുക്ക് ആ കളർ റിവേഴ്സ് ചെയ്യാൻ സാധിക്കും. കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കേസാണ്, നോർമൽ ക്ലീനിങ്ങിലൂടെ മാറാത്തതാണെങ്കിൽ ബ്ലീച്ചിങ് അവൈലബിൾ ആണ്. ബ്ലീച്ചിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റിലൂടെ നമുക്ക് ഈസി ആയിട്ട് തന്നെ സ്റ്റെയിൻസ് ഒരു പരിധി വരെ റിവേഴ്സ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ബ്ലീച്ചിങ് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഡെന്റൽ ക്ലിനിക്കിൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ബ്ലീച്ചിങ് ഉണ്ട്. രണ്ടാമത് നിങ്ങൾക്ക് വീട്ടിൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ബ്ലീച്ചിങ്ങും ഉണ്ട്. ഇപ്പോൾ വീട്ടിൽ വെച്ച് ചെയ്യാൻ പറ്റുന്ന ബ്ലീച്ചിങ് ആണെങ്കിൽ അതിൻ്റെ ഫുൾ എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഡെന്റിസ്റ്റ് നിങ്ങൾക്ക് തന്നുവിടും. അത് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് വീട്ടിൽ വെച്ച് നിങ്ങൾക്ക് സ്വയം ചെയ്തിട്ട് നിങ്ങളുടെ പല്ല് വെളുപ്പിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി മൂന്നാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വെനീറിംഗ് ആണ്. നാലാമത്തെ ഓപ്ഷനാണ് ഫുൾ ക്രൗണിങ്. ഈ വെനീറിങ്ങിലും ഫുൾ ക്രൗണിങ്ങിലും ചെയ്യുന്നത് നിങ്ങളുടെ പല്ലിനെ മുകളിലായിട്ട് ഒരു ക്യാപ്പ് പോലെയുള്ള സാധനം വെച്ച് പിടിപ്പിക്കുന്നതാണ്. വെനീറിങ് ചെയ്യുകയാണെങ്കിൽ കാണുന്ന ഭാഗത്ത് മാത്രം ചെയ്യും. എന്നാൽ ഫുൾ ക്രൗൺ എന്ന് പറഞ്ഞാൽ മൊത്തം പല്ലിനെയും കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ക്യാപ്പ് ഇടുന്നതിനെയാണ് ഫുൾ ക്രൗണിങ് എന്ന് പറയുന്നത്. ഈ വെനീറിങ്ങും ഫുൾ ക്രൗണിങ്ങും ഒക്കെ എപ്പോഴാണ് ചെയ്യുക? അതായത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കേസ്, അതായത് സിവിയർ ആയിട്ടുള്ള ഫ്ലൂറോസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസുഖമുണ്ട്. അങ്ങനെയുള്ള അസുഖത്തിൽ നിങ്ങളെ പല്ലുകൾ പൊടിഞ്ഞു പോവുകയും ചെയ്യും. പല്ലിനും ബലം ഉണ്ടാവില്ല. ഉള്ള പല്ലിനാണെങ്കിൽ നല്ല സിവിയർ ബ്രൗൺ കളറായിരിക്കും. അത് നമ്മൾക്ക് ഒരു രീതിയിലും മാറ്റിയെടുക്കാൻ സാധിക്കില്ല. അങ്ങനെയുള്ള കണ്ടീഷനിലാണ് ഫുൾ ക്രൗണിങ് നമ്മൾ നൽകാറുള്ളത്. അല്ലാത്ത മറ്റൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ടെട്രാസൈക്ലിൻ്റെ ഒക്കെ ഒരു മെഡിസിനാണ് ടെട്രാസൈക്ലിൻ. അപ്പോൾ ഈ ടെട്രാസൈക്ലിൻ്റെ സിവിയർ ആയിട്ടുള്ള സ്റ്റെയിൻസ് ഉണ്ടാവും. അതായത് നല്ല ബ്രൗൺ കളർ പല്ലിൻ്റെ ഉള്ളുന്നേ വരികയാണ്. അപ്പോൾ നമുക്ക് ഒരു രീതിയിലും അത് മാറ്റാൻ സാധിക്കില്ല. അപ്പം അങ്ങനെയുള്ള കണ്ടീഷനിലും ഫുൾ ക്രൗൺ കൊടുക്കേണ്ടി വരും. പല്ലിന് മഞ്ഞ കളർ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.